നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് ചൈനീസ് വാസ്തുശാസ്ത്രം അഥവാ ഫെങ്ഷുയിയെ കുറിച്ച് മനസ്സിലാക്കാം. അതിഥിയായിട്ടിരിക്കുന്നത് 10 വർഷമായി ഫെങ്ഷുയി രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്ത ഫെങ്ഷുയി മാസ്റ്റർ ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം സാർ. സാർ, ഈ ഫെങ്ഷുയി എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ വർഷം തോറും നമ്മളിങ്ങനെ ഫെങ്ഷുയി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഈ വർഷം തോറും ഫെങ്ഷുയി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ ഓരോ വർഷവും ചെന്നിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാണ്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസിക് ഫെങ്ഷുയിയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബേസിക് ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന കുറേ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഇന്നിപ്പോഴത്തേക്ക് നമുക്ക് സൂര്യനെ താഴെയുള്ള ഏതൊരു പ്രശ്നത്തിന് വേണമെങ്കിലും വീട്ടിലിരുന്നാൽ മതി. ഹോൾസെയിലായിട്ട് പാഴ്സൽ അയച്ചു തരും സാധനങ്ങൾ. അടുത്ത കയ്യിലോ കാലിലോ ദേഹത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്തായാലും മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ അതിനു വേണ്ടി തുനിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തോറും മാറ്റേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർഷം ഇപ്പം ഞാൻ തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, ഞാൻ 10 വർഷത്തിന് മുമ്പായിട്ട് ചെയ്തിട്ടുള്ള വീടുകളിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കാണും. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പോയിസൺ ആരോസ് അപ്പോൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അന്ന് വന്ന് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് അതായത് സാധാരണ ഒരു ഫെങ്ഷുയി കൺസൾട്ടന്റ് ചെയ്യുന്നത് കുറെ ടൂൾസുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ടൂൾസുകൾക്ക് ചൈനീസ് ഉപകരണങ്ങൾക്ക് ഭയങ്കരമായ സ്പന്ദനങ്ങൾ, ഭയങ്കര പവറാണ് അതിന്. അപ്പോൾ പെട്ടെന്നൊരു കയറ്റവും അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത് ആർക്കും ചെയ്യാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ പുസ്തകത്തിൽ കിടക്കുന്ന സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് പെട്ടെന്നൊരു കയറ്റവും അതുപോലെ തന്നെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഓരോ ഇയറിൽ ഓരോ ആനിമലിനുണ്ട്, ആനിമൽ സൈൻ ഉണ്ട്. ഓരോ ആനിമലിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഫെങ്ഷുയുടെ പോക്ക്. അതായത് 5 എലമെന്റ്സ്: വാട്ടർ, വുഡ്, ഓരോ ആനിമൽ. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് 1964 ജനിച്ച ഒരാൾ, അപ്പൊ അയാൾക്ക് ഒരു ആനിമലുണ്ട്. അയാൾ ഏതെങ്കിലും ഈ 5 എലമെന്റ്സിൽ ഏതെങ്കിലും ഒരു മൂലകത്തിൽപ്പെട്ട ആളായിരിക്കും. അപ്പൊ 1964 ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആനിമൽ എന്ന് പറയുന്നത് റാബിറ്റ്, മുയലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂലകം എന്ന് പറയുന്നത്, മെറ്റൽ എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്താണ് പിന്നെ നമ്മൾ ഓരോ ഇയറിലും ജനിക്കുന്നവർക്ക് ഓരോ ഇയർ ഉണ്ട്. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആനിമലിനും ഓരോ ഇയർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഓരോ സൈക്കിൾ ഇങ്ങനെ കറങ്ങി വരുന്നതനുസരിച്ച് മാറി വരുന്നുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വാട്ടർ സ്നേക്കാണ്. വാട്ടർ സ്നേക്കിന്റെ ഇനി വരാൻ പോകുന്നത് 2014 ഹോഴ്സ് ഇയർ ആണ് വരാൻ പോകുന്നത്. അത് ലോകത്ത് ഒരുപാട് വിജയങ്ങളും ഒരുപാട് അധികാര കൈമാറ്റങ്ങളും നടന്ന ഹോഴ്സ് ഇയർ. അപ്പോൾ ആ ഹോഴ്സിനെ എല്ലാവരും വാങ്ങി വെക്കേണ്ടതില്ല. അത് വെക്കേണ്ട പ്ലേസ് ചെയ്യേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിലാണ് ചെയ്യുന്നത്. എങ്കിൽ തന്നെ ഈ 5 എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ടർ, വെള്ളം ഉണ്ടെങ്കിൽ മരം വളർന്നു വരും, ചെടി വളർന്നു വരും. അപ്പൊ ഈ മരം ഉണ്ടെങ്കിലേ തീ ഉണ്ടാകൂ. തീ ചാമ്പലായിട്ട് ഭൂമിയായി മാറുന്നു. കാരണം നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് മലയാളം ഇവിടെ കൂടുതൽ അറിയാവുന്നുള്ളത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീ എന്തായി മാറുന്നു? ഫയറായി മാറുന്നു, ചാമ്പലായി നമ്മുടെ മണ്ണായി മാറുന്നു, മണ്ണ് മെറ്റലാവുന്നു. അപ്പൊ ഈ 5 മൂലം കൂടെ 5 എലമെന്റ്സും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരവും പ്രപഞ്ചവും. അപ്പൊ ഈ അപ്പൊ അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതായത് ഭൂമിയിലും ഉണ്ടാകുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന, പ്രകൃതിയിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി, 5 എലമെന്റ്സ് പ്രകൃതിയിലും മനുഷ്യനിലും മറ്റു ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എങ്ങനെയെന്നാണ് ഫെങ്ഷുയി നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതിനെ ബേസ് ചെയ്താണ് എല്ലാ ശാസ്ത്രങ്ങളും ഉള്ളത്. അത് പല രാജ്യങ്ങളിൽ, പല പേരുകളിൽ, പല വിശ്വാസങ്ങളിൽ അറിയപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്കിതിലേക്ക് വരെ ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, എറണാകുളത്ത് നിന്ന് വിളിക്കുവാണ്. ആരാണിത്? ഇതിലായില്ല. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ സാർ. പറയൂ. അതെ, ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്റെ മോനെ. അപ്പൊ അതില് നമുക്ക് ഇത് കിട്ടാൻ എന്താണ് നമുക്ക് അതിൽ ചെയ്യേണ്ടത്? അതായത് പൊതുവേ ഉള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം. പൊതുവേ ഉള്ള കാര്യം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓരോ വ്യക്തികൾക്കും ഓരോ മൂലകങ്ങളുണ്ട്, ഓരോ ലക്ക് സ്ഥലമുണ്ട്. മേൽ ലക്ക്, ഹെവൻ ലക്ക്, എർത്ത് ലക്ക്, ഭൂമിഭാഗ്യം, ഈശ്വരാധീനം. അപ്പൊ 3 ഭാഗ്യങ്ങളാണ് പറയുന്നത്. മേൽ ലക്ക്. അപ്പൊ ഈ അപ്പൊ അത് പോട്ടെ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത്, ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മൂവിംഗ് വാട്ടർ, അത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ജലം വടക്ക് വശത്ത് പ്ലേസ് ചെയ്യുക.
വടക്ക് വശത്ത്. അതെ, പ്ലേസ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് പ്രധാന വാതിലിന്റെ ഉള്ളിലോട്ട് 100 ബേഡ്സ്, അതായത് 1000 പക്ഷികളോ 100 പക്ഷികളോ ഇങ്ങനെ പറന്ന് നമ്മുടെ വീട്ടിന്റെ അകത്തോട്ട് നമ്മുടെ ഷോപ്പിനുള്ളിലോട്ട് വരുന്ന ഒരു ചിത്രം. എത്ര? 100 1000 ആയിക്കോട്ടെ, ഒരു കൂട്ടം പക്ഷികൾ, ബേഡ്സ് പറന്നു വരുന്ന ഒരു ചിത്രം നിങ്ങൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ആർക്ക് റെമഡികൾ പറഞ്ഞു കൊടുത്തില്ല എന്നുള്ള കുറ്റം എനിക്ക് എന്റെ മേൽ ചാരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. പക്ഷേ ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തന്നത്. ശരിക്കും വന്ന സ്ഥലം നേരിട്ട് കണ്ട് ഫെങ്ഷുയി അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഏതെങ്കിലും ഒരു ടൂൾസ് വാങ്ങി വെച്ചു എന്ന് കരുതി നമുക്ക് അതിന്റെ ഒരു എനർജി കിട്ടണമെന്നില്ല. കിട്ടും, ഒരു 2-3 മാസത്തേക്ക്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 3 മാസത്തേക്ക് ഒരു കയറ്റവും അതുപോലെ തന്നെ ഇറക്കവും സംഭവിക്കും. പക്ഷേ മൂവിംഗ് വാട്ടർ എപ്പോഴും നല്ലതാണ്. ഓക്കെ, അത് ചെയ്തോളൂ. എറണാകുളത്തൊക്കെ ഞാൻ വരുന്നുണ്ട്. നേരിൽ കാണാതെ ഞാൻ ഒരു കാര്യം ചെയ്യുകയില്ല, പറയുകയില്ല. കാരണം എന്റെ വിശ്വാസങ്ങൾ അതാണ്. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ ബിസിനസിന് ഉയർച്ച വരാൻ വേണ്ടി അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ ഈ ചോദ്യത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോവാം. അപ്പൊ അവരുടെ ചോദ്യം അതാണ്. ബിസിനസ്സിൽ ഉയർച്ചയ്ക്ക് വേണ്ടി മൂവിംഗ് വാട്ടർ മൂവിംഗ് വാട്ടർ ഉണ്ട്, മൗണ്ടൻ വാട്ടർ ഉണ്ട്. അപ്പോഴത്തേക്ക് അത് ചാർട്ട് നമ്മൾ ശരിക്കും പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വാട്ടർ ഫൗണ്ടൻ അതൊക്കെ അതെ, വാട്ടർ ഫൗണ്ടൻ അതല്ല, ചലിച്ചുകൊണ്ടിരിക്കുന്ന ജലം, അതാണ് മൂവിംഗ് വാട്ടർ എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ട് ലക്കി നമ്പർ എന്ന് പറയുന്നത് 8. നമ്മൾ ചാർട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ആനുവൽ ചാർട്ട് ഉണ്ട്. ഒരു ചാർട്ട് വരച്ചിട്ടാണ് ഫെങ്ഷുയി അപ്ലൈ ചെയ്യുന്നത്. ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി. അപ്പോൾ ഇനി വരാൻ പോകുന്ന പറഞ്ഞില്ല, ഹോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയിലോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് ടോയ്ലറ്റുകൾ, ഇപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ചോദ്യത്തിന് നമുക്ക് പോകാം അവസരം വരെ. അതിനുള്ള സമയമല്ലേ ഉള്ളൂ, 1/2 മണിക്കൂർ. അപ്പോഴത്തേക്ക് ചാർട്ട് വരയ്ക്കുന്നു. ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഷോപ്പ് ഏത് ദിശയിലോട്ടാണ്, ഏത് കോർണറിലോട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പൊ ആശാരി പറയുന്നത് തെക്ക് പടിഞ്ഞാറുത്. അതല്ല, കോമ്പസ് അനുസരിച്ച് കോമ്പസ് പറയുന്ന സ്ഥലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോഴത്തേക്ക് ഇത് കാണിച്ചു തന്നാൽ കോമ്പസ് അനുസരിച്ച് അത് ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറിയായിരിക്കും വരുന്നത്. അപ്പൊ ആശാരി പറയും ആ മൂലയ്ക്ക് പാടില്ല, ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട്. അപ്പൊ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? ആ ശരിക്ക് കന്നിമൂല ഭാഗത്തായിരിക്കും പിന്നീട് കക്കൂസ് വയ്ക്കുന്നത്, ഇല്ലെങ്കിൽ ടോയ്ലറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അത് വളരെയധികം അത് ആത്മജ്ഞാനം കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത്, ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഏത് ഭാഗത്താണ് വരേണ്ടത്? ശരിക്കും പറഞ്ഞ ഭാരതീയ വാസ്തുവിലോ ഫെങ്ഷുയിലോ ടോയ്ലറ്റിൽ അകത്ത് വരാമെന്ന് പറയുന്നില്ല, വരാൻ പാടില്ല. പക്ഷെ നമുക്ക് ഒരു സൗകര്യത്തിന്റെ ഭാഗമായിട്ട് അകത്ത് ടോയ്ലറ്റ് ഇല്ലാതെ പറ്റില്ല. അല്ലെ, അങ്ങനെ വന്ന ടോയ്ലറ്റുകൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി നമുക്ക് പറയാം. അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 8 മൂലകൾക്കാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. വളരെയധികം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഭാരതീയ വാസ്തുവിലാണെങ്കിൽ തെക്ക് പടിഞ്ഞാറിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം നമുക്കുണ്ടാവും. സാമ്പത്തിക നഷ്ടം, എന്തെങ്കിലും പ്രശ്നം, ആ വീട്ടിലെ മാതാവിന് പ്രശ്നം, ആക്സിഡന്റുകൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാമെന്ന് അത് ഭാരതീയ വാസ്തുവിൽ പറയുന്നത്. അത് ഇടിച്ച് മാറ്റിക്കളയുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷേ നമ്മുടെ ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക് ലോകം അംഗീകരിക്കാനുണ്ടായ കാരണം ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ചെറിയ ചെറിയ, അതായത് ഈ വലിയ വലിയ ആശയങ്ങൾ, വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയാത്ത സത്യങ്ങൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം മനുഷ്യനെ രക്ഷിക്കും, അന്ധവിശ്വാസം അവനെയും ഒരു സമൂഹത്തെയും നശിപ്പിക്കും. അതിൽ യാതൊരു സംശയമില്ല. അപ്പം നമുക്ക് വിശ്വാസങ്ങൾ എങ്ങനെ നമുക്ക് അടുത്തുകൊണ്ട് പോകുന്നത് വെച്ചാൽ, അത് അന്ധവിശ്വാസത്തിലോട്ട് പോകാതെ ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഒരു കടലിന്, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞു 5 മൂലകങ്ങളാണെന്ന് പറഞ്ഞു. ഈ 5 നമുക്ക് ഇതിലേക്ക് വരെ ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ തിരുമലയിൽ നിന്ന് വിജയാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. ഹലോ, ചോദിച്ചോളൂ. സാർ, ഇങ്ങനെ വീട്ടില് ഒരു കുബേരനെ വാങ്ങിച്ച് വെക്കാമോ? തീർച്ചയായിട്ടും വെക്കാമല്ലോ. അത് ഏത് സ്ഥലത്ത്? അത് പൊതുവേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ വെക്കേണ്ടത് പ്രധാന വാതിലിന് നേരെയാണ് വെക്കേണ്ടത്. എങ്ങനെ സാർ? മെയിൻ ഡോറിന് നേരെ. നിങ്ങളെ വീട്ടിൽ വന്ന് കയറപ്പോഴത്തേക്ക് ആദ്യം കാണേണ്ടത് കുബേരനെയാണ്. ആ രീതിയിൽ വെക്കാം. ഓക്കെ സാർ, അങ്ങനെയാണ് സാധാരണ. ചിലര് പറയുന്നുണ്ട് കിഴക്കോട്ട് വെക്കാൻ പാടില്ല. അല്ല, അങ്ങനെയില്ല. അത് ചിലർ പറയുന്നതല്ല. വെക്കേണ്ട രീതി ഇങ്ങനെയാണ്, എന്നാൽ വെക്കേണ്ട രീതി അങ്ങനെ അല്ല താനും. പക്ഷെ പൊതുവെ ഇങ്ങനെ വെക്കാം. അതാണ് എന്റെ സത്യം. അത് ഒരുപാട് കാര്യങ്ങളോട് കിടക്കാണ്. കാരണം ഒരാളുടെ ഇയർ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക്, നമ്മൾ ചാർട്ട് വരച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വെൽത്ത് കോർണർ ആ വർഷം ഏത് സ്ഥാനത്താണ് വരുന്നത്. ചിലപ്പോൾ സൗത്ത് ഈസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ സൗത്ത് ഈസ്റ്റിലായിരിക്കും വെക്കേണ്ടത്, ചിലപ്പോൾ സൗത്ത് വെസ്റ്റിലായിരിക്കും. വെള്ളം വേണമെങ്കിൽ തെക്ക് വശത്ത് വെക്കാം. വെള്ളം തെക്ക് വശത്ത് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ തെക്ക് വശത്ത് വെള്ളം ആകാം. വെള്ളം വെക്കേണ്ട അവസ്ഥ വരുന്നത്. അതിപ്പോ പറഞ്ഞു വരാം. ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ടോയ്ലറ്റിൽ എന്തൊക്കെയാണ്, അതായത് ഫെങ് ഷൂയി എന്ന് പറയുമ്പോ ഫെങ് കാറ്റ്, ഷൂയി ജലം. ഈ ഷൂയിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഫെങ് ഷൂയി കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. ഭൂമിയിലോ ഏറ്റവും കൂടുതലുള്ള ജലമാണ്. അതായത് നമ്മുടെ മനുഷ്യൻ, ശാസ്ത്രജ്ഞന്മാർ
ഏറ്റവും കൂടുതൽ അന്യഗ്രഹ അന്വേഷണം നടത്തുമ്പോൾ തന്നെ അവിടെ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കുന്നത്. ജലമുണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കുന്നത്. അപ്പൊ ഈ ജലം ഈ ഏറ്റവും വലിയ സമ്പത്തിന്റെ സിമ്പിളായിട്ടാണ് നമ്മൾ ജലത്തെ കാണുന്നത്. ഈ ജലം തന്നെ പല ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ജലമാണ്. അത് ഉപയോഗിക്കുന്നത് ടോയ്ലറ്റിലാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് നെഗറ്റീവ് എനർജിയുടെ ഉറവിടമാണെന്ന് പറയുന്നു ഫെങ്ഷുയി? അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകളെല്ലാം പോകുന്നത്, പല്ല് തേക്കുന്നത്, മലമൂത്ര വിസർജനം നടത്തുന്നത്, മനസ്സിന്റെ അഴുക്ക് പോകുന്നത്. അപ്പൊ എല്ലാത്തിനായിട്ടും മൊത്തത്തിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഉറവിടം തന്നെയാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ടോയ്ലറ്റ് പാടില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം. ജലദോഷമുണ്ട് പ്രധാന കാരണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വടക്ക് വശത്ത് വന്നാൽ എന്ത് സംഭവിക്കും? നമുക്കൊരു കാര്യം പറയാം. ഇപ്പൊ വടക്ക് വശത്താണ് നമ്മുടെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ, വടക്കെന്ന് പറയുന്നത് തൊഴിലിന്റെ സ്ഥാനമാണ്, ബിസിനസിന്റെ സ്ഥലമാണ്. ബിസിനസ് ചെയ്യുന്ന ആ ഒരു ദിക്കിനെയാണ് വടക്കെന്ന് പറയുന്നത്. ജലസാന്നിധ്യമാണ് അവിടെ ഉള്ളത്. നീലയാണ് അവിടുത്തെ നിറം. ജലത്തിന്റെ നിറം ബ്ലാക്കും ബ്ലൂ ആണ്, ഡാർക്ക് ബ്ലൂ ആണ്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് എത്ര ബിസിനസ് ചെയ്തിരുന്നാലും അയാൾ തകർന്നു പോകും. വീട്ടിലെ കാര്യമാണ് പറയുന്നത്. അവിടെ തകർന്നു. കാരണം തൊഴിലിന്റെ സ്ഥാനത്ത് കൊണ്ട് അക്കൂസ് വെച്ച് കൊടുത്താൽ സ്ഥിതി തകർന്നു. അതിനൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഉദ്യോഗസ്ഥരാണെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ, തൊഴിലുടമയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പൊ തൊഴിലില്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ സാമ്പത്തിക നഷ്ടങ്ങൾ, സമ്പത്ത് വരാതിരിക്കുക, സമ്പത്തിനൊരു തടയിടുക. അപ്പൊ ഇതിനു വേണ്ടി ചെയ്യാനുള്ളത് വടക്ക് വശത്താണ് നിങ്ങളുടെ കക്കൂസ് നിൽക്കുന്നതെങ്കിൽ, ടോയ്ലറ്റ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാലിന്റെ ഉപ്പൂറ്റി ഉരസി കഴുകാൻ വേണ്ടിയിട്ട് ഒരു കല്ല് നമുക്ക് ഈ ടോയ്ലറ്റിനകത്ത് വെച്ച് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തുണി അലക്കുന്ന ഒരു കല്ല് അതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ അതിന് കഴിയും. കല്ല് വെച്ചാൽ മതി. അപ്പൊ ഇപ്പൊ ഒരു വലിയൊരു മലവെള്ള പാച്ചിൽ വന്നാൽ പോലും നമ്മളതിന് തടയിടാൻ ചെയ്യുന്ന എന്താണ്? ഈ കല്ല് തന്നെയാണ്. അപ്പൊ ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിനായിട്ട് ഒരു നല്ല ഇപ്പൊ ഈ 5 എലമെന്റ്സിനെ ബേസ് ചെയ്താണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ നല്ലൊരു കറി വെക്കുന്നു. ആ കറിയിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത്, അപ്പൊ അതിനെ സമന്വയിപ്പിക്കുക, അതിനെ ഈക്വലൈസ് ചെയ്തുകൊണ്ട് ഒരു കറിയാണ് നല്ല. ഇപ്പൊ ഉദാഹരണത്തിന് തൈര് നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഒരു റെമഡിയാണ് ഞാൻ പറയുന്നത്. തെക്ക് വയസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള റെമഡിയാണ് പറയുന്നത്. തൈര് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല പുളി ഉണ്ടെങ്കിലും പുളി കൂടിപ്പോയി എന്ത് ചെയ്യും? പക്ഷെ അത് കളയാൻ നമുക്ക് മനസ്സുമില്ല. പുളി കൂടിപ്പോയാൽ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കില്ല. പക്ഷെ ആ തൈരിനെ നമുക്ക് കളയാൻ മനസ്സുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പുളി കുറയാൻ എന്ത് ഐഡിയ ഉണ്ടെന്ന് നോക്കും. അപ്പൊ തേങ്ങാപ്പൂൾ ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങ, അതിന് പുളി 2-3 പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുളി പിടിച്ചെടുക്കാനുള്ള കഴിവാനുണ്ട്. അപ്പൊ അതിനുള്ള റെമഡിയായി. അപ്പൊ ഞാൻ വളരെയധികം ലാഘവത്തോടെ നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. അതിനുശേഷം വരാം. ഗൃഹപാഠം